എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിഭാഗം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതാണ്, 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടാണ് നിങ്ങൾക്ക് റെഗുലർ വിഭാഗത്തിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത്. അതായത് 10ാം ക്ലാസ് ഈ വർഷം ജയിച്ചതോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ജയിച്ചതോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള +2 ഹയർ യോഗ്യത അല്ലെങ്കിൽ ഡിഗ്രി PG എന്നിങ്ങനെ നിങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള ഹയർ യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ ലാറ്ററൽ എൻട്രി വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും റെഗുലർ വിഭാഗത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതിനാൽ തന്നെ റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ജൂൺ 22-ാം തീയതി വരെയാണ് നൽകാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2026-27 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് റെഗുലർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ ആ ലാറ്ററൽ എൻട്രിയിൽ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും റെഗുലർ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2026-27 എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് റെഗുലർ വിഭാഗത്തിൻ്റെ ആ ഒരു പേജാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വന്നിട്ടില്ല. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെയോടെയൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതും പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതും പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകുക എന്നുള്ളതുമാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലിങ്ക് ഇന്ന് വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ നാളെയോടെയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റെമിറ്റൻസ് ആൻഡ് വൺ ടൈം ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ബിഗിനിങ്, അതായത് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ജൂൺ 1 മുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 22/6, അതായത് ജൂൺ 22-ാം തീയതിയാണ്. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22-ാം തീയതി, അതായത് ജൂൺ 22-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 24-ാം തീയതിയാണ്. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത് ജൂൺ 24 to 26 തീയതി, 24 മുതൽ 26-ാം തീയതി വരെയാണ്. 26-ാം തീയതി വൈകുന്നേരം 5 മണി വരെയൊക്കെയാണ് സാധാരണ ഇതിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് 24-ാം തീയതി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസും അപേക്ഷയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 29-ാം തീയതിയാണ് വരിക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെയോ അതിന് താഴെയുള്ള ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാം. ടെമ്പററി അഡ്മിഷന് സാധാരണത്തിൽ റിപ്പോർട്ടിംഗ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ അനുവദിക്കുകയാണ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത് 29-ാം തീയതി മുതൽ ജൂലൈ 3 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 6-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ പിന്നീട് കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷനാണ്. അതുവരെ ടെമ്പററി അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും പിന്നീട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 6 മുതൽ ജൂലൈ 10-ാം തീയതി വരെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടാകുക. അപ്പോൾ ഇതിനുശേഷം ബാക്കി ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേനയും കൗൺസിലിംഗ് മുഖേനയുമാണ്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പോളിടെക്നിക് കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും കോളേജ് കോഴ്സ് മാറേണ്ട വിദ്യാർത്ഥികൾക്കും ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾ പോളിടെക്നിക്കിൻ്റെ റെഗുലർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പിന്നീട് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് മുകളിലായിട്ട് ഇതേപോലെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് വരും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും
പിന്നീട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ആ ഒരു ടൈമിൽ അറിയിക്കുന്നതാണെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടക്കുന്നത് ജൂലൈ 11 മുതൽ ജൂലൈ 13 വരെയാണ്. പിന്നീട് ആ ഒരു കൗൺസിലിംഗ് നിങ്ങൾ ഏതൊക്കെ ജില്ലകളിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നതോ, അതായത് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒന്നിലധികം ജില്ലയിലേക്ക് കൗൺസിലിങ്ങിനായിട്ട് ആ ഒരു ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ജില്ലയിൽ, അതായത് ഓരോ ജില്ലയിലും കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ആ ഷെഡ്യൂൾ നോക്കിയിട്ട് ഏത് ദിവസമാണ് കൗൺസിലിംഗ് നടക്കുന്നത് ആ ഒരു ദിവസം നിങ്ങളുടെ ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിൽ, അതായത് ടോട്ടലായിട്ട് ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജ് ഉണ്ടാകും. അങ്ങനെ 14 ജില്ലകളിൽ 14 നോഡൽ പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന ഒരു നോഡൽ കൗൺസിലിംഗ് നടക്കുന്നത് ജൂലൈ 14 മുതൽ ജൂലൈ 18 വരെയാണ്. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കൊന്നല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോളേജിലെ ആ ഒരു കോഴ്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്ന രീതിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗിന് ശേഷം പിന്നീട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 20 തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഇനി അതുപോലെ തന്നെ പിന്നീട് വീണ്ടും വൺ ടൈം രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പുതുതായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യം ജൂലൈ 23 മുതൽ 28 തീയതി വരും. അത് ബാക്കിയുള്ള സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നീടുള്ള ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെയാണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതും ജൂലൈ അല്ല ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ്. അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 14 ഇതിനിടയിലായിട്ട് പല തവണയായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളൊക്കെ ഈ ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് അനക്സ്റ്റർ എന്ന സർട്ടിഫിക്കറ്റ് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഇവിടെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴ്സ് അനക്സ്റ്റർ 1 കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക് കോളേജിൻ്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും ആ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെ കോളേജിലുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിച്ചതായിരുന്നു ഇൻസ്ട്രുമെൻ്റൽ എഞ്ചിനീയറിംഗ് എവിടെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ നിങ്ങൾ ഇവിടെ ഡിപ്ലോമ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സ് ഏത് കോളേജിലാണ് ഉള്ളതെന്ന് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ആ ഒരു കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് അറിയണമെങ്കിൽ ഇതേപോലെ സൈഡിലായിട്ട് ഇതേപോലെ തിരുവനന്തപുരം അതുപോലെ തന്നെ ഓരോ ജില്ലയിലെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, നിങ്ങളുടെ ജില്ല ഏതാണ്, ആ ഒരു ജില്ലയിൽ ഏതൊക്കെ കോളേജ് ഉണ്ട്, പോളിടെക്നിക് കോളേജ് ഉണ്ട്, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കൂടാതെ തന്നെ സെൽഫ് ഫിനാൻസ് പോളിടെക്നിക് കോളേജ് ഉണ്ട്, IHRD CAP പോളിടെക്നിക് കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ഫീസ് കുറവായിരിക്കും. എന്നാൽ CAP സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ IHRD കോളേജിലൊക്കെ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ, അതായത് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസിൽ എത്ര രൂപയാണ് ഓരോ കോളേജിലും ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം. ഇനി ഇത് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID. ഈ ഒരു മൊബൈൽ നമ്പർ പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ മൊബൈൽ, അതായത് കട്ടായി പോകാതെ മൊബൈൽ നമ്പർ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ആദ്യം SLC ആ ഒരു ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, പിന്നീട് ഇമെയിൽ ID, അതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഈ ഒരു മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് SC/BC OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ, അതായത് NCC സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ ജവാന്മാരുടെ മക്കൾ, വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ആശ്രിതർ, ഇതിങ്ങനെ പലതരത്തിലുള്ള റിസർവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികൾക്ക്, ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ ഈ ഒരു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടും. ഇങ്ങനെ പലതരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കൂടി വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കി വെച്ച ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് അപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.